നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയുടെ പിതാവ് ക്വട്ടേഷൻ സ്വർണ്ണക്കടത്ത് കേസുകളിൽ പ്രതി. TP വധക്കേസ് പ്രതിക്കൊപ്പം ഇയാൾ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ഇന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി TK രജീഷിനൊപ്പം മുഹമ്മദ് ഷഹബാസ് കൊലക്കേസിലെ മുഖ്യപ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രമാണിത്. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണ് വിദ്യാർത്ഥിയുടെ പിതാവ്. ഇന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ ഇയാളുടെ വീട്ടിൽ നിന്നും മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തി. ഇവിടെ രാവിലെ പരിശോധനയ്ക്ക് എത്തിയിരുന്നുവെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം നടത്തിയ റെയ്ഡിലാണ് നഞ്ചക്ക് പിടിച്ചെടുത്തത്. മകനെ മർദ്ദിച്ചതിൽ കൊട്ടേഷൻ സംഘത്തിന് ബന്ധമുണ്ടെന്ന് മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ 4 മൊബൈൽ ഫോണുകളും 1 ലാപ്ടോപ്പും കണ്ടെത്തി. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടുതൽ ആളുകളുടെ പങ്ക് കണ്ടെത്താനായി പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. അതേസമയം കേസിലെ 3 പ്രതികൾ കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികളെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്കൂളിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ജനുവരി 5-6 തീയതികളിലെ സംഘർഷം. 18 വയസ്സ് പൂർത്തിയാകാത്തതിനാൽ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല. നിയമം നൽകുന്ന ഈ ഇളവ് നമ്മുടെ കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസായി മാറുന്നു എന്നാണ് താമരശ്ശേരിയിലെ സംഭവം സൂചിപ്പിക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. രാസലഹരി തടയുന്നതിൽ എക്സൈസ് വകുപ്പ് വലിയ വെല്ലുവിളി നേരിടുന്നുവെന്ന് മന്ത്രി MP രാജേഷ് 24-നോട്. ലഹരിക്ക് പിന്നിൽ അന്താരാഷ്ട്ര റാക്കറ്റാണെന്നും സ്കൂളുകളിൽ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരെ സമൂഹമാകെ ഒന്നിച്ചിറങ്ങണമെന്ന് രാഷ്ട്രീയ നേതാക്കളും വിദ്യാർത്ഥി യുവജന സംഘടനകളും ആഹ്വാനം ചെയ്തു. കേരളത്തിലേക്ക് ലഹരി എത്തുന്നത് കൂടി വരുന്നെന്നും എന്നാൽ ഫലപ്രദമായി തടയാനാകുന്നുണ്ടെന്നും എക്സൈസ് മന്ത്രി MP രാജേഷ്. രാസലഹരി കണ്ടെത്തുക ദുഷ്കരം. രാസലഹരികൾ കടന്നു വരുന്നതാണ്. കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. കാരണം പ്രത്യേകിച്ച് ഗുണമോ നിറമോ മണമോ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വളരെ വളരെ തുച്ഛമായ അളവിലാണ് വരുന്നത്. അത്രയും മതി. ഇത് 1 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ വലിയ അളവാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ നിലയിൽ വരുന്നത് കണ്ടെത്തുക വളരെ അതീവ ദുഷ്കരമാണ്. നമ്മൾ അതിന് ആധുനികമായ സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യ ഇതെല്ലാം ഉപയോഗിക്കണം. കൗമാരക്കാരെയും യുവാക്കളെയും ലഹരിയിലേക്ക് ആകർഷിക്കുന്നത് എന്തെന്ന് കണ്ടെത്തണം. 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ പരസ്പരം തല്ലി മരിക്കുന്നുവെന്നത് ആശങ്കയുണ്ടാക്കുന്നതെന്നും മന്ത്രി. യഥാർത്ഥ പ്രശ്നം സമൂഹത്തിൻ്റെ രോഗാതുരതയാണ് എന്ന് കാണും. പ്രത്യേകിച്ച് കേരളത്തിലെ കൗമാരത്തിൻ്റെ, ചെറുപ്പത്തിൻ്റെ, യൗവനത്തിൻ്റെ ഈ മാനസികാരോഗ്യം എന്നത് വളരെ ഗൗരവമായിട്ട് നാം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് പകരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ പ്രശ്നങ്ങളെ മാത്രം അഭിസംബോധന ചെയ്താൽ പോരാ എന്ന് തോന്നുന്നു. ലഹരിക്കും അക്രമത്തിനുമെതിരെ അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരള ജനതയ്ക്ക് തുറന്ന കത്തെഴുതി. രാസലഹരി വ്യാപനമാണ് കേരളം നേരിടുന്ന വലിയ വിപത്തെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അത് മനസ്സിലാക്കിയുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ലഹരിക്കെതിരായ പ്രചാരണത്തിന് MSFും തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക് 24. പാലക്കാട് ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ മർദ്ദനത്തിൽ മൂക്കിന്റെ പാലം തകർന്ന വിദ്യാർത്ഥിയുടെ നില ഗുരുതരമായി തുടരുന്നു. കേസിൽ പ്രതിയായ സഹപാഠി കിഷോറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. മകന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ലെന്നും കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നുവെന്നുമാണ് സാജന്റെ കുടുംബത്തിന്റെ ആരോപണം. പരിക്കേറ്റ വിദ്യാർത്ഥി KJ സാജന് ഇന്നലെ രാത്രി മുതൽ പനി പിടിപെട്ടതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. കണ്ണിനും മൂക്കിനുമിടയിലുള്ള മുറിവിന് 2.5 സെന്റിമീറ്ററിലധികം വലിപ്പമുണ്ടെന്നാണ് കണ്ടെത്തൽ. കയ്യിൽ കരുതാവുന്ന ആയുധം ഉപയോഗിച്ചാണോ മർദ്ദനം നടന്നതെന്ന് സംശയമുണ്ടെന്ന് സാജന്റെ കുടുംബം. കയ്യിൽ ഒളിപ്പിച്ചു വെച്ച എന്തോ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഇടിച്ചതാവാൻ സാധ്യതയുണ്ട് എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല. ഡോക്ടർമാരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കേസിൽ പ്രതിയായ കിഷോറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മകനും പരിക്കേറ്റെന്ന് കിഷോറിന്റെ പിതാവ്. ഇവന് നെഞ്ചത്ത് പരിക്കുണ്ട്. അതായത് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞ ആഴത്തിൽ മുറിവുണ്ടെന്നാണ് പറഞ്ഞത്. 2 കൂട്ടർക്കും പരിക്കുണ്ട്. 2 കൂട്ടർക്ക് ഈക്വലാണ് പരിക്ക്. അവന്റെ പരിക്ക് പുറമെ കണ്ടു, ഇത് ഉള്ളിലേക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രതിക്ക് ജാമ്യം നൽകിയ പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് സാജന്റെ കുടുംബം ഉയർത്തുന്നത്. പോലീസ് നിസാര വകുപ്പുകൾ എടുത്ത് കേസ് എടുത്തിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഇന്ന് 10 ദിവസമായിട്ടും പോലീസ് പ്രതിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും തെല്ലും കുറ്റബോധമില്ലാതെ പ്രതി കിഷോർ ഉത്സവപ്പറമ്പിലെത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. 24 തൃശൂർ. കണ്ണൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. മുതിയങ്കവയൽ സ്വദേശി AK ശ്രീധരനാണ് മരിച്ചത്. കാട്ടുപന്നിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി.
പതിവ് പോലെ രാവിലെ 9 മണിക്ക് വിളകൾക്ക് വെള്ളം നനയ്ക്കാൻ കൃഷിയിടത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു ശ്രീധരൻ. കുതിച്ചെത്തിയ കാട്ടുപന്നി ശ്രീധരനെ കുത്തിവീഴ്ത്തി. തല മുതൽ കാൽ വരെ കാട്ടുപന്നി ആക്രമിച്ചു. കഴുത്തിലും നെഞ്ചിലും ഉൾപ്പെടെ ആഴത്തിൽ മുറിവുകൾ. പന്നീനെ ദൂരെ നിങ്ങൾ കണ്ടിരിങ്ങനെ പോകുന്നത് വയലിൽ കൂടി കാലിന് പോരാ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ 9 മണിക്ക് ശേഷം ഇങ്ങനെ കുത്തിയെറിഞ്ഞിട്ട് വയലും വിളിക്കുന്നത് കേട്ടെ. അങ്ങനെ വയലും വിളിച്ച ശേഷം അതിൽ ഓടിപ്പോയി കണ്ട കൂട്ടണം പന്നീനെ കണ്ടിരുന്നു. പന്നി ഇങ്ങനെ കുത്തുന്നത് കണ്ടിരുന്നു. തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തും മുമ്പേ ജീവൻ നഷ്ടമായി. കർഷകരെ ആക്രമിച്ച കാട്ടുപന്നിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. സംഭവം നടന്ന ഭാട്യം പഞ്ചായത്തിലെ മുതിയങ്ങ വയലിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പന്നികൾ കൃഷിയിടത്തിലെത്തി വിളകൾ നശിപ്പിക്കുന്നത് പതിവ് കാഴ്ചയാണെന്ന് കർഷകർ പറയുന്നു. എന്നാൽ ആളുകളെ ആക്രമിക്കുന്നത് ഇതാദ്യം. പരാതി പറയേണ്ടെങ്കിൽ ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. വാഴയും കിഴങ്ങും കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ട്. അത് ഇന്നലെയോ അതാ ചെയ്തിട്ട് കിഴങ്ങല്ലാതെ കുത്തിയിളക്കിയിട്ട് അവിടെ നമ്മളെയൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ടൊന്നുമില്ല, കുറേ മനുഷ്യന്മാർക്ക് ഇതാ കാണുന്നത്. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്തരമേഖല CCF-നോടും കളക്ടറോടും മന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. കൃഷിയിലൂടെ ജീവിത വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകനാണ് തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ദാരുണമായി കൊല്ലപ്പെട്ടത്. മനുഷ്യൻ്റെ സ്വൈര്യ ജീവിതത്തിന് സംരക്ഷണമൊരുക്കാൻ ഇവിടെ നിയമമില്ലേ, ഭരണ സംവിധാനങ്ങളില്ലേ? കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. അതിനിടെ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. AK ശ്രീധരന്റെ മൃതദേഹവുമായി വന്ന ആംബുലൻസ് തടഞ്ഞുള്ള പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, എന്തിനാണ് ഈ പ്രതിഷേധം? അനുജ, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീധരന്റെ മൃതദേഹവുമായി അല്പസമയം മുമ്പാണ് ആംബുലൻസ് ആ പ്രദേശത്തേക്ക് എത്തിയത്. അതിനിടെ ശ്രീധരന്റെ വീട്ടിന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള പാത്തിപ്പാലം ജംഗ്ഷനിൽ വെച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ ആംബുലൻസ് തടഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഇതിനു മുമ്പും കർഷകർ ഈ പ്രദേശത്ത് ഈ കാട്ടുപന്നിയുടെ ശല്യമുണ്ട് എന്ന തരത്തിൽ പരാതി നൽകിയിട്ടും പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെയും ഭാഗത്ത് കൃത്യമായ നടപടി ഉണ്ടായില്ല. അതുമൂലമാണ് ഈ കർഷകന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. ഇപ്പോൾ മൃതദേഹവുമായി വന്ന ആംബുലൻസ് കോൺഗ്രസ് പ്രവർത്തകർ പാത്തിപ്പാലം ജംഗ്ഷനിൽ വെച്ച് തടഞ്ഞു വെച്ചിട്ടാണുള്ളത്. പക്ഷേ ഈ പ്രതിഷേധം അല്പസമയം മാത്രമേ തുടരുകയുള്ളൂ. അതിനുശേഷം ആംബുലൻസ് വിട്ടു നൽകും എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. അരുൺ പൂപ്പറമ്പ, കണ്ണൂരിൽ നിന്ന്. വയനാട് മേപ്പാടി നെടുമ്പാലയിൽ കേബിൾ കെണിയിൽ കുരുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിന്നാണ് പുലിയെ വനംവകുപ്പ് പിടികൂടിയത്. 1.5 വയസ്സ് പ്രായമുള്ള ആൺപുലിയെ പിന്നീട് ഉൾവനത്തിൽ വിട്ടു. ഇന്ന് രാവിലെയാണ് കാൽ കുരുങ്ങിയ നിലയിൽ പുലിയെ തോട്ടം തൊഴിലാളികൾ കണ്ടത്. ഇതിന് പിന്നാലെ വനം വകുപ്പിനെ വിവരമറിയിച്ചു. ഉച്ചയോടെ ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. പിന്നീട് മയക്കുവെടി വെക്കാനുള്ള നീക്കം. 2 തവണ മയക്കുവെടി ഉതിർത്തതോടെ പുലി മയക്കത്തിലേക്ക്. പിന്നീട് വലയിലാക്കി ട്രാക്ടറിലെ കൂട്ടിൽ കയറ്റി വൈത്തിരി ഫോറസ്റ്റ് ഓഫീസിലേക്ക്. 1.5 വയസ്സുള്ള ആൺപുലിയെ ആരോഗ്യം വീണ്ടെടുത്താൽ ഉൾവനത്തിലേക്ക് വിടും. ആരോഗ്യാവസ്ഥ വീക്കാണ്, ആനിമൽ വീക്കാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ രാത്രി കുടുങ്ങിയതാവാം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഇവിടെ കാണലുണ്ട്. നമ്മൾ ബൈക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമ്മൾ വീട് ഇവിടെയാണ്. പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്ഥിരമുള്ളതാണ് ഇവിടെ. 2-3 പേർക്ക് കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് 3 ആൾക്കാർ കണ്ടിട്ടുണ്ട് ലൈവ്. ഇതൊന്നൊന്നല്ല കേട്ടോ, ഇതുകൊണ്ടൊന്നും തീർന്നിട്ടൊന്നുമില്ല, ഇഷ്ടംമാരിയുണ്ട്. മറ്റേതോ ജീവിക്കായി സ്ഥാപിച്ച കേബിൾ കുരുക്കിലാണ് പുലി കുടുങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. 24 വയനാട്. തിരികെ വാർത്താസന്ധിയിലേക്ക്. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നഗരത്തിൽ കനത്ത വേനൽ മഴ പെയ്യുകയാണ്. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, ഈ കടുത്ത വേനലിൽ തീർച്ചയായും മഴ ഒരു ആശ്വാസമാണ്. പക്ഷേ വെള്ളക്കെട്ട് രൂപപ്പെടാനും മാത്രം അത്ര കനത്ത മഴയാണോ? അനുജ, തലസ്ഥാനത്ത് ഇന്നലെ ഉച്ച മുതൽ ആണ് ഈ മഴ തുടങ്ങിയത്. ഇപ്പോഴും നിർത്താതെ മഴ പെയ്യുകയാണ്. ഇടവിട്ട് തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളിലും
ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. നഗരത്തിലും ഉണ്ടായിരുന്നു, ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു. നഗരത്തിലെ ചില താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത്. ഉള്ളൂർ, ശാസ്തമംഗലം പോലുള്ള സ്ഥലങ്ങളിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ വീടുകളിലകത്തൊന്നും വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടില്ല. ശാസ്തമംഗലത്തെ ഒരു ബൈക്ക് യാത്രികൻ അതോടെ ഈ തോട്ടിൽ വീണ് പരിക്കേറ്റിരുന്നു. അല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിൽ വൈകിട്ട് 5:30 വരെയുടെ കണക്ക് അനുസരിച്ച് 60 മില്ലിമീറ്റർ മഴയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ കുറച്ചധികം ദിവസമായി വലിയ ചൂടായിരുന്നു. എന്തായാലും ആശ്വാസം തന്നെയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് പ്രശ്നമുണ്ടായത്. ചില സ്ഥലങ്ങളിൽ ഗതാഗത പ്രശ്നവും ഉണ്ടായിരുന്നു. അരുവിക്കര ഡാമിൻ്റെ വിഷ്ടപ്രദേശത്ത് കനത്ത മഴ ഇന്നലെ മുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടുത്തെ 5 ഷട്ടറുകളും 10 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ ഈ ആറിൻ്റെ തീരത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കൂടി അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്നും നാളെയും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴ മുന്നറിയിപ്പുമുണ്ട്. അനുജ. ശരി, തിരുവനന്തപുരം നഗരത്തിൽ കനത്ത വേനൽ മഴ പെയ്യുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്നുള്ള വിവരമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നത്തെ കാലാവസ്ഥാ റിപ്പോർട്ടിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പുലർച്ചെ കോരിച്ചൊരിയുന്ന മഴയത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റി പോലീസ്. കനത്ത മഴയിൽ നനഞ്ഞും ഇന്ന് ആശാ വർക്കേഴ്സ് പ്രതിഷേധം തുടർന്നു. ഇന്നും സമരസ്ഥലത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിന് മഴക്കോട്ടും കുടയും എത്തിച്ചു നൽകി. ഇത്ര ഭയങ്കര നഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സലോചിച്ചു? നിങ്ങളൊന്നും മനുഷ്യരാണോ? പറയണ്ടേ? ഈ വെളുപ്പാൻ കാലത്തെ ഈ സമയത്ത് വന്ന് നിന്നിട്ട് പറയുന്നു ഈ ടാർപ്പ അഴിച്ചു മാറ്റാൻ എടുത്തുകൊണ്ട് കള. സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടു മുൻപിൽ പുലർച്ചെയാണ് പോലീസിന്റെ ഈ നടപടി. മഴയിൽ കുതിർന്ന് പ്രതിഷേധക്കാർ നേരം വെളുപ്പിച്ചു. പകലും കനത്ത മഴ. എന്നാൽ പ്രതിഷേധ ചൂടിന് കുറവില്ല. ടാർപ്പാളിൻ പിടിച്ചിരിക്കാനും അനുവദിക്കില്ലെന്നാണ് പോലീസ് നിലപാട്. ദിവസങ്ങൾക്ക് മുൻപ് സെക്രട്ടേറിയറ്റിന് മുൻപിലെ തെരുവുവിളക്കുകൾ അണച്ചതിന് പിന്നാലെയാണ് സമരക്കാർക്ക് നേരെയുള്ള അടുത്ത പ്രതികാര നടപടി. ചാനലുകളുടെ സർവൈലൻസിൽ തന്നെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളാരും ഭയക്കുന്നില്ല. സർക്കാർ നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളെല്ലാം നടത്തുന്നത്. പോലീസിനെ കൊണ്ട് സർക്കാർ ചെയ്യിക്കുന്നതെന്ന് സമരപ്പന്തൽ സന്ദർശിച്ച അടൂർ പ്രകാശ് എം പി ആരോപിച്ചു. സമരസ്ഥലത്തെത്തിയ സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിന് റെയിൻകോട്ടും കുടയും വാങ്ങി നൽകി. ആ കേട്ടത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, എപ്പോഴും ചെയ്തതുപോലെ. നാളെ ആയിരക്കണക്കിന് പേരെ അണിനിരത്തി നിയമസഭാ മാർച്ചിനൊരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ ദുരിത ജീവിതത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ ഉത്തരവാദികളാണെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ഒരു രാഷ്ട്രീയ നേതാവിനെയും സമരപ്പന്തലിലേക്ക് ക്ഷണിച്ചിട്ടില്ല. സ്വന്തം തീരുമാനപ്രകാരമാണ് അവർ എത്തുന്നതെന്നും സംഘടന വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള വിവാദ ലേഖനത്തിൽ ഒടുവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വഴങ്ങി ശശി തരൂർ MP. കേരളം വ്യവസായ വളർച്ചയിൽ മുന്നിലെന്ന നിലപാട് ശശി തരൂർ തിരുത്തി. സംസ്ഥാന സർക്കാർ പറയുന്ന റിപ്പോർട്ടുകളിൽ യാഥാർത്ഥ്യമില്ലെന്നാണ് തരൂരിന്റെ പുതിയ നിലപാട്. ഡോക്ടർ ശശി തരൂരും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ദിവസങ്ങൾ നീണ്ട വാക്പോരുകളാണ് ഇതോടെ അവസാനിച്ചത്. കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തിയ ശശി തരൂരിന്റെ നിലപാട് പാർട്ടിയിൽ വലിയ എതിർപ്പിന് വഴിവെച്ചു. കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും കണക്ക് കിട്ടിയാൽ തിരുത്താമെന്നായിരുന്നു തരൂരിന്റെ വെല്ലുവിളി. പുറത്തുവന്ന റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യമല്ലെന്ന് ശശി തരൂർ നിലപാട് തിരുത്തി. കഴിഞ്ഞ 9 വർഷത്തിനിടെ ആയിരക്കണക്കിന് ചെറുകിട സംരംഭങ്ങൾ പൂട്ടിപ്പോയെന്ന റിപ്പോർട്ട് ശശി തരൂർ പങ്കുവച്ചു. സ്റ്റാർട്ടപ്പുകൾ കടലാസിലൊതുങ്ങരുത്.
സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ അഭിനന്ദിക്കാമെന്നും ശശി തരൂർ പറയുന്നു. വെള്ളിയാഴ്ച ഹൈക്കമാൻഡും കേരള നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്ന നിർദ്ദേശവും ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് ശശി തരൂരിന്റെ നിലപാട് മാറ്റം. 24 തിരുവനന്തപുരം. തിരികെ വാർത്താസന്ധിയിലേക്ക്. രഞ്ജിയിൽ ചരിത്രമെഴുതി കേരളത്തിന്റെ മടക്കം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡിന് 250 റൺസ് വിജയലക്ഷ്യം. 9 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ 249 റൺസ് എടുത്തത്. 30 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റ് നഷ്ടമായി പതറിയ ഇന്ത്യയെ ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ ജോഡിയാണ് കരകയറ്റിയത്. ശ്രേയസ് 79 റൺസ് എടുത്ത് ടോപ്പ് സ്കോററായപ്പോൾ ഹാർദിക് പാണ്ഡ്യ 45 റൺസും അക്സർ പട്ടേൽ 42 റൺസും എടുത്ത് പൊരുതി. ന്യൂസിലൻഡിനായി മാറ്റ് ഹെൻറി 5 വിക്കറ്റ് വീഴ്ത്തി. മൈജി എക്സ്മാസ് സെയിൽ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസുകൾ സമ്മാനിച്ചു. ക്രിസ്മസ് നാളുകളിലെ വിൽപ്പനയിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 20 പേർക്ക് 1 ലക്ഷം രൂപ വീതമാണ് നൽകിയത്. കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മാനങ്ങൾ കൈമാറി. ഓണം മാസ് സെയിൽ വമ്പിച്ച വിജയമായതിനാലാണ് ക്രിസ്മസ് കാലത്തും മാസ് സെയിൽ നടത്തിയതെന്ന് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി പറഞ്ഞു. കഴിഞ്ഞ ഓണത്തിന് മൈജി ഓണം മാസ് ഓണം സീസൺ 2 45 ദിവസം കൊണ്ട് 15 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായിരുന്നു മൈജി കൊടുത്തിരുന്നത്. അതിലേറ്റവും ഹൈലൈറ്റ് ആയിരുന്നു ദിവസേന 1 ലക്ഷം രൂപ വെച്ച് ഞങ്ങളുടെ 45 കസ്റ്റമേഴ്സിന് 45 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തത്. ഭയങ്കര സ്വീകാര്യതയായിരുന്നു കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അത് സക്സസ് ആയതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഞങ്ങളുടെ 19ാം ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വീണ്ടും 21 പേർക്ക് 1 ലക്ഷം രൂപയാണ് ഇന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി റിയാസ് എന്ന് കൊടുത്തത്. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഓഫേഴ്സുകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. കേരളത്തിൽ മാത്രം ഞങ്ങൾക്ക് 125ഓളം ഷോറൂമുകളുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ വലിയൊരു പിന്തുണ ഞങ്ങൾക്കുണ്ട്. പരസ്യവാചകം മാത്രമല്ല, ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ പറയുന്ന ദിവസത്തിനുള്ളിൽ മൈജിക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ഇനി പൊതുജനം കഴുതേല സാർ എന്ന പരിപാടി കാണാം. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചെയ്തു.